ഹായ് ഓൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണ്. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളുടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നാട്ടിലേക്കുള്ള പർച്ചേസും പെട്ടികെട്ടലും അങ്ങനെയല്ലാന്ന്. പിന്നെ ഞാനല്ല പോകുന്നത്, ഉമ്മയും അനിയനും അനിയത്തിയാണ്. അപ്പോൾ അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോകുന്ന കുറച്ച് വീഡിയോസും എല്ലാം കൂടിയിട്ടൊരു വ്ളോഗാക്കിയതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമായാൽ എപ്പം പറയുന്ന പോലെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതിപ്പോൾ ഞാനൊരു വൈകുന്നേരമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നിപ്പം രാവിലെയാണ് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനും ഇക്കയും പിന്നെ അനിയനും അനിയത്തിയും കൂടിയിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ ഇന്നിപ്പം ഉമ്മാൻ്റെ റൂമിലേക്ക് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരുള്ളതുകൊണ്ട് അവർ പിന്നെ വൈകുന്നേരമാണ് വന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ റിയാദിൽ പോയി വന്നതിൻ്റെ അന്നാണ് കേട്ടോ. ഇന്നിപ്പം പുലർച്ചെയാണ് നമ്മൾ റിയാദിൽ നിന്ന് വന്നത്. പിന്നെ കുറച്ച് സമയം ഉറങ്ങിയിട്ട് പിന്നെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണം വിട്ട് മാറാത്തതുകൊണ്ട് വന്നപാടും കുറച്ച് സമയം കിടന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ബെഡ് മേക്കിംഗ് ആണ് ഇപ്പം ചെയ്യുന്നത്. പിന്നെ അനിയനും അനിയത്തിയും വന്നാൽ ഹാളിലാണ് കിടക്കൽ. അങ്ങനെ 2 സോഫമ്മലായിട്ട് അങ്ങനെയാണ് കിടക്കൽ കേട്ടോ. അപ്പോൾ അവർ കിടന്നതിൻ്റെ ആ ഒരു പുതപ്പും കാര്യങ്ങളെല്ലാം മടക്കി വെക്കാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ വൃത്തിയാക്കലെല്ലാം ഏകദേശം കഴിയുമ്പോഴത്തേക്ക് ഉപ്പയും ഉമ്മയും താഴെത്തിയിട്ട് വിളിച്ചിന് കേട്ടോ പർച്ചേസിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങിയതിന്. ഇതിപ്പോൾ നമ്മൾ നേരെ നെസ്റ്റോയിലേക്കാണ് പോയത്. നമ്മൾ ഒരുവിധം സാധനങ്ങളെല്ലാം നെസ്റ്റോന്ന് തന്നെയാണ് കേട്ടോ വാങ്ങൽ. പിന്നെ ഡ്രസ്സ് അങ്ങനത്തെ എല്ലാം മാത്രമേ പുറത്തുനിന്ന് എടുക്കലുള്ളൂ. പിന്നെ കുറേ സാധനമൊന്നും എടുക്കാനില്ല കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് മാത്രം തന്നെ ഉള്ളൂ. അങ്ങനെ കുറേയൊന്നും എടുക്കുന്നില്ല. ആദ്യം നമ്മൾ പോകുന്ന സമയത്ത് കുറേ സാധനം ഉണ്ടാവും കേട്ടോ. കാര്യം ആ ടൈമിൽ അതൊന്നും നാട്ടിൽ കിട്ടൂലേനു. ഇപ്പം ഒട്ടുമിക്ക സാധനങ്ങളും നമുക്കിപ്പം ഗൾഫ് പ്രൊഡക്റ്റ് വേണമെങ്കിൽ അത് വരെ നാട്ടിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുറേ വലിച്ചു വാരി കെട്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ വെച്ചാൽ കുറച്ച് ക്വാളിറ്റി മാറ്റമുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, നാട്ടിൽ കിട്ടിയാലും ഇവിടുത്തെ അത്ര ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ മാത്രമാണ് ഇവിടുന്ന് നോക്കിയിട്ട് അങ്ങനെ എടുക്കൽ. പിന്നെ ഒരു ഓയിൽ എൻ്റെ കസിന് പറഞ്ഞിരുന്നു. അങ്ങനെ അതും തപ്പിയിട്ട് കുറേ സമയം നടന്ന് അങ്ങനെ പിന്നെ ഒന്ന് കിട്ടീനിട്ടാ. അങ്ങനെ ഒന്ന് ഞാനും എടുത്തിന്. കാര്യം അത് ഹെയർ ഫോളെല്ലാം മാറാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ഒരു ഓയിലാണ്. ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആ ഓയിലിൻ്റെ പേര് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിന്. അന്നേരം പിന്നെ മോൻ ഉറങ്ങലായതുകൊണ്ട് ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നാണ് കേട്ടോ. ഉപ്പയമ്മയും അവരെല്ലാം പോയിട്ട് അങ്ങനെ വാങ്ങിച്ചാണ്. അങ്ങനെ അന്ന് പിന്നെ നമ്മൾ വേറെ പർച്ചേസൊന്നും നടത്തിയിട്ടില്ല. പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നതിന്. പിന്നെ ഈ ഒരു വീഡിയോ പിറ്റേന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. അതായത് അവർ പോകുന്ന ദിവസത്തിന് അന്നും കുറച്ച് അല്ലറച്ചില്ലറ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഉപ്പയും രാവിലെ തന്നെ ഇറങ്ങിയന്. പിന്നെ ഇതിപ്പം ഞാനും ഒക്കെയും കൂടിയിട്ട് ജസ്റ്റ് പെട്ടിയെല്ലാം ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലിപ്പം പെട്ടിയിൽ ആ ഒരു ഇട്ട തുണി അതൊരു ബെഡ്ഷീറ്റാണ്. ഇവിടുന്ന് നെസ്റ്റോന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ്. പക്ഷേ അതിന് പില്ലോ കവേഴ്സ് വരുന്നില്ല. പക്ഷേ എന്താ പറയുക, നമ്മളെ ബെഡിൽ കംഫർട്ടായിട്ട് നിൽക്കുന്ന ബെഡ്ഷീറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊന്നും പോകാത്ത. അപ്പം നല്ല തുണിയാണ് കേട്ടോ. അങ്ങനെ പെട്ടികെട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ റെഡിയാകാൻ പോയിന്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന്. നമ്മളൊരു 5:30-6 മണി ആ ഒരു സമയത്ത് ഇറങ്ങിയതിന്. രാത്രിയാണ് ഫ്ലൈറ്റ് 9:20. അങ്ങനെ പോകുന്ന വഴിക്ക് അവർക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയതാണ്. ഇതിപ്പം ബ്രോസ്റ്റഡാണ് വാങ്ങുന്നത്. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ നിന്നുള്ള ഫുഡ് അങ്ങനെ കഴിക്കലില്ല. പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് ബ്രോസ്റ്റഡ് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടുത്തെ ബ്രോസ്റ്റഡ് കിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ നമ്മൾ എയർപോർട്ടിലെത്തിന്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്താൻ അങ്ങനെ ലേറ്റ് ആയിട്ടൊന്നുമില്ല, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ ബോർഡിംഗ് പാസ്സെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് തീരെ എടുക്കാനൊന്നും വിടുന്നുണ്ടായിട്ടില്ല. ഒരേ നടക്കലും കളിക്കലും തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നിട്ട് അങ്ങനെ മോനെ കളിപ്പിക്കലാണ്.
അങ്ങനെ പിന്നെ ഇതാ ബോർഡിംഗ് പാസ്സെല്ലാം കിട്ടിയിട്ട് അവരിതാ ഇമിഗ്രേഷനിലേക്ക് പോകലാന്ന്. പിന്നെ പോകുന്ന സമയത്ത് അങ്ങനെ വലിയ സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. കാര്യം അവർ ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ അടുത്ത വെക്കേഷനിൽ ഇങ്ങോട്ടേക്ക് വരും, അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകും, എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഇപ്രാവശ്യം മോന് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവരായിട്ട്, അതുകൊണ്ട് അതിൻ്റെ കുറച്ച് സങ്കടമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ എയർപോർട്ടിൽ നിന്നെല്ലാം ഇറങ്ങി പോകുന്ന വഴിക്ക് ഇതാ സാൻഡ്വിച്ച് എല്ലാം വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും തന്നെയുള്ളൂ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നത്. കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.